നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് ഐരൂർ. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾക്കായി രാജ്യത്തൊട്ടാകെ വികസന ഇടനാഴികൾ സ്ഥാപിക്കുമെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ദേശീയ രാഷ്ട്രീയത്തിൽ സിപിഎമ്മിന് ഒരു റോളുമില്ലെന്നും രാഹുൽ. ആറന്മുള വിമാനത്താവളത്തിന് പ്രതിരോധ വകുപ്പ് അനുമതി നൽകിയിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രി AK ആന്റണി. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു പദ്ധതിയെയും അംഗീകരിക്കില്ലെന്നും ആന്റണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 100 സീറ്റ് പോലും ലഭിക്കില്ലെന്ന് CPM അഖിലേന്ത്യാ സെക്രട്ടറി പ്രകാശ് കാരാട്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രാദേശിക കക്ഷികളുമായി CPM സഖ്യമുണ്ടാക്കുമെന്നും കാരാട്ട്. നിർമ്മാണ മേഖലകളെ സ്തംഭിപ്പിച്ചുകൊണ്ട് സിമന്റിന് വില കൂടുന്നു. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ കൂടിയത് 10 രൂപ മുതൽ 25 രൂപ വരെ. വിശദമായ വാർത്തകളിലേക്ക്. യുവജനങ്ങൾക്കായി രാജ്യത്തൊട്ടാകെ വികസന ഇടനാഴികൾ സ്ഥാപിക്കുമെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു. ദേശീയ രാഷ്ട്രീയത്തിൽ സിപിഎമ്മിന് ഒരു റോളുമില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ചെങ്ങന്നൂരിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. യുവജനങ്ങൾക്കായി രാജ്യത്തൊട്ടാകെ വികസന ഇടനാഴികൾ സ്ഥാപിക്കുമെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രധാന നഗരങ്ങളിൽ വ്യാവസായിക ഇടനാഴി വരുന്നതോടെ ലോകത്തെ ഏറ്റവും വലിയ ഉൽപാദക രാജ്യമെന്ന പദവി ഇന്ത്യയ്ക്കാവുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. A new challenge. And the challenge is the following, that over the next 5 years, we are going to move these 70 crore people into the middle class. We want to give you dignity as labor. We want you to be proud of what you do. And we want to give you respect that you deserve. So we are going to open the door of the universities and colleges to your children. We are going to give you minimum health care. We are going to train you, help you train you in your education. And the biggest thing that we are going to do is the industrial corridor. The industrial corridor is an idea that is the biggest infrastructure project in this country. And the aim of the manufacturing corridor is to take India and make it the biggest manufacturing center of the world. ചെങ്ങന്നൂരിൽ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. അടിസ്ഥാന വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിലും നൽകുന്നതിനുള്ള പദ്ധതികൾ കോൺഗ്രസ് ആവിഷ്കരിക്കുമെന്നും രാഹുൽ പറഞ്ഞു. ഇതിനായി രാജ്യത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുറക്കും. Making a government that listens to people, doing work for the large majority of Indians. Over the last 10 years, we have taken 15 crore people out of poverty. We have done so using our employment guarantee scheme, using the right to food, using the right to education. വികസനത്തിന്റെ ഗുണഫലങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിന്റെയോ സമുദായത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ ആയി ഒതുക്കി നിർത്തണമെന്നുള്ള പ്രതിപക്ഷത്തെ ചിലരുടെ ആശയത്തോടെ യോജിക്കുന്നില്ലെന്നും രാഹുൽ പറഞ്ഞു. കേരള മാതൃകയിൽ ഇന്ത്യയിൽ എല്ലായിടത്തും വനിതകൾക്കും സാധാരണക്കാർക്കും അധികാരം വികേന്ദ്രീകരിച്ച് ലഭ്യമാക്കണമെന്നാണ് തന്റെ നിലപാടെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. As nurses in the rest of the world is something that India can be very, very proud of. And we are very proud of the Keralites who live in other countries. They have made an immense contribution to the prosperity of the state and they have helped millions of people. ദേശീയ രാഷ്ട്രീയത്തിൽ CPMന് ഒരു റോളും വഹിക്കാനില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. BJPയെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളെയും രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ ഉടനീളം നിശിതമായി വിമർശിച്ചു. പൊളിറ്റിക്കൽ ഡെസ്ക്, സിറ്റി ന്യൂസ്. ആറന്മുള വിമാനത്താവളത്തിന് പ്രതിരോധ വകുപ്പ് അനുമതി നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി AK ആന്റണി പറഞ്ഞു. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു പദ്ധതിയും അനുകൂലിക്കില്ലെന്നും ആന്റണി പറഞ്ഞു. ആറന്മുള വിമാനത്താവളത്തിന് പ്രതിരോധ വകുപ്പ് അനുമതി നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി AK ആന്റണി പത്തനംതിട്ടയിൽ പറഞ്ഞു. വിമാനത്താവളത്തിന് അനുമതി നൽകേണ്ടത് വ്യോമയാന മന്ത്രാലയമാണ്. സിവിൽ ഏവിയേഷൻ വകുപ്പിന് കർശന വ്യവസ്ഥകളോടെ NOC മാത്രമാണ് നൽകിയത്. ഞങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റായ സിവിൽ ഏവിയേഷൻ വകുപ്പിന് കൊടുത്തെങ്കിൽ നിങ്ങൾ ഈ വിമാനത്താവളത്തിന് അനുമതി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അനുമതി കൊടുത്തിട്ടില്ല, ഞങ്ങൾ NOC ആണ്. നിങ്ങൾ ഈ വിമാനത്താവളത്തിൽ അനുമതി കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ ഈ താഴെ പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് മാത്രമേ
അനുമതി കൊടുക്കാവൂ എന്നാണ് ഞങ്ങൾ സിവിൽ ആവിയേഷൻ വകുപ്പിന് കൊടുത്തിരിക്കുന്നത്. അനുമതി പത്രം ഞങ്ങളുടെ കൊടുക്കില്ല, അനുമതി കൊടുക്കേണ്ടത് സിവിൽ ആവിയേഷൻ വകുപ്പാണ്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു പദ്ധതിയെയും അനുകൂലിക്കില്ലെന്നും എ.കെ. ആന്റണി പറഞ്ഞു. മൂന്നാം മുന്നണി എന്നത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ്. രാജ്യത്തൊട്ടാകെ CPM 1 ഡസൻ സീറ്റിൽ ഒതുങ്ങുമെന്നും എ.കെ. ആന്റണി പറഞ്ഞു. പൊളിറ്റിക്കൽ ഡെസ്ക്, സിറ്റി ന്യൂസ്. സലീം രാജ് ഉൾപ്പെട്ട ഭൂമി തട്ടിപ്പ് കേസിലെ ഹൈക്കോടതി ജഡ്ജിക്കെതിരെ അപ്പീൽ പോകുന്നതിനോട് തനിക്ക് യോജിപ്പില്ലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. സഹപ്രവർത്തകരുടെ അഭിപ്രായവും നിയമവൃത്തങ്ങളുടെ നിർദ്ദേശവും കണക്കിലെടുത്താണ് അപ്പീലിന് പോയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിധി വന്നപ്പോൾ തന്നെ കൂടി കേട്ടില്ലല്ലോ എന്ന പരിഭവം മാത്രമാണ് പ്രകടിപ്പിച്ചത്. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള പരിരക്ഷയല്ല, സാധാരണക്കാർക്കുള്ള സംരക്ഷണം മതിയെന്നാണ് തന്റെ നിലപാടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നാളെ രാവിലെ 10 മണിക്ക് ഇട്ടിപ്പാറയിൽ പ്രസംഗിക്കും. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447 65036. വാർത്തകൾ തുടരുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 100 സീറ്റ് പോലും തികച്ചു കിട്ടില്ലെന്ന് CPM അഖിലേന്ത്യാ സെക്രട്ടറി പ്രകാശ് കാരാട്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രാദേശിക കക്ഷികളുമായി CPM സഖ്യമുണ്ടാക്കുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. റാന്നി പെരുന്നാട്ടിൽ അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കാരാട്ട്. 100 സീറ്റ് പോലും തികയ്ക്കുവാൻ കഴിയാത്ത കോൺഗ്രസിന് CPM പിന്തുണ നൽകുമെന്ന് പറയുന്ന കേന്ദ്രമന്ത്രി എ.കെ. ആന്റണി ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് CPM അഖിലേന്ത്യാ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ചോദിച്ചു. റാന്നി പെരുന്നാട്ടിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു കാരാട്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തികച്ചും 100 സീറ്റ് പോലും ലഭിക്കില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഇതര മതേതര സർക്കാരാണ് ഏക ബദൽ. 96-ലെ അനുഭവം മുന്നിലുള്ളതിനാലാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് സഖ്യമോ മുന്നണിയോ രൂപീകരിക്കാൻ ഇടതുപക്ഷം മുൻകൈ എടുക്കാത്തതെന്നും കാരാട്ട് പറഞ്ഞു. The greater the numbers of the LDF in the Lok Sabha, that will strengthen the left in Parliament, and we will be able to use that strength to build this alternative at the center, to form an alternative government at the center. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രാദേശിക കക്ഷികളെ കൂട്ടുപിടിച്ച് ദേശീയ തലത്തിൽ സഖ്യം രൂപീകരിക്കും. കൂടുതൽ MPമാരുള്ള പ്രധാന കക്ഷിയിൽ നിന്ന് നേതാവിനെ തിരഞ്ഞെടുക്കും. വിവിധ പാർട്ടികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുമതല CPM ഏറ്റെടുക്കും. UPA സർക്കാരിന്റെ വിധിയെഴുത്താവും ഈ തെരഞ്ഞെടുപ്പെന്നും കാരാട്ട് പറഞ്ഞു. And we decided we will fight the elections against the Congress and the BJP. And after the elections, we will work together to present an alternative. These are the parties which can also fight the BJP. The Congress party has today lost the capacity and cannot even gather enough strength to fight the BJP in most of the states. In Uttar Pradesh, in Bihar, in Odisha, in Tamil Nadu, in Andhra Pradesh, the Congress party will be faced with the question after its defeat whether it will play a role in putting an alternative non-Congress secular government at the center. This will be the issue they will have to decide. 8 കേന്ദ്രമന്ത്രിമാരുള്ളതിനാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് പ്രാധാന്യമുണ്ട്. BJP 2009-ലെ പ്രകടന പത്രികയിൽ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അയോധ്യയ്ക്ക് ശേഷം കാശിയും മധുരയുമെന്ന് മോഡി നോമിനേറ്റ് ചെയ്ത RSSും BJPയും പറഞ്ഞു. ഗുജറാത്തിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനായി മോദി കാശിയിലെത്തിയതിൽ ദുരൂഹതയുണ്ടെന്നും കാരാട്ട് പറഞ്ഞു. മോദി വാഗ്ദാനം ചെയ്ത സുസ്ഥിരത രാജ്യത്തിന് ആപത്താണെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. The Bharatiya Janata Party and its allies are hoping that they can come to power after the election. But we are determined to see that the BJP and its leader Narendra Modi do not come to power. Because the BJP is a party which is run and controlled by the
RSS. It is not even remote control. They are now directly running the show. They asked the BJP, you declare Narendra Modi as a prime ministerial candidate. Because Narendra Modi represents two things now in India. One, extreme Hindutva. He has implemented that in Gujarat and shown how Hindutva can be implemented. Where the minorities, whether they are Christian or Muslim, have become second-class citizens. This is one aspect of the Gujarat model. The other aspect of the Gujarat model is to provide all the concessions and facilities to the big capitalists and the big multinational corporations in Gujarat. CPM ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ, രാജു എബ്രഹാം MLA, CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PS മോഹനൻ, മത്തായി ചാക്കോ, S ഹരിദാസ്, CPM റാന്നി താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി MS രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, റാന്നി. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ പോരാട്ട വീര്യത്തിന് മുറുക്കം വന്നതോടെ UDF ക്യാമ്പുകളിൽ ആത്മവിശ്വാസമേറി. മണ്ഡലത്തിൽ ആന്റോ ആന്റണി നടപ്പിലാക്കിയ 600 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആന്റോ ആന്റണിക്ക് ജനമനസ്സുകളിൽ നിന്നും മുഖ്യ സ്ഥാനമാണ് നൽകുന്നതെന്ന് UDF കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം ആന്റോ ആന്റണിക്ക് ഇരട്ടിക്കുമെന്നാണ് UDF കേന്ദ്രങ്ങൾ പറയുന്നത്. പത്തനംതിട്ടയിൽ പോരാട്ട വീര്യത്തിന് മുറുക്കം വന്നതോടെ UDF ക്യാമ്പുകളിൽ തികച്ചും ആത്മവിശ്വാസം. ഇത്തവണ ആന്റോ ആന്റണി കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷത്തെ കടത്തിവിട്ടുമെന്നാണ് UDFകാർ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം വോട്ടർമാരുടെ മനസ്സിൽ ആന്റോ ആന്റണി എന്ന വ്യക്തിത്വത്തിന് അത്രമേലാണ് സ്വാധീനം. മണ്ഡലത്തിലെ 600 കോടി രൂപയുടെ വികസനം, നഴ്സുമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുൻകൈയെടുത്തത് പത്തനംതിട്ടയിലെ കേന്ദ്രീയ വിദ്യാലയം, കേന്ദ്ര സർവകലാശാല എന്നിവയെല്ലാം ആന്റോ ആന്റണി മണ്ഡലത്തിൽ ചെയ്ത വികസന പദ്ധതികളാണെന്ന് വോട്ടർമാർ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷമായ 1,11,000 ഇപ്രാവശ്യം മറികടക്കുമെന്ന് അവർ വിശ്വസിക്കുന്നത്. കൂടാതെ കസ്തൂരി രംഗം വിഷയങ്ങളിൽ മലയോര മേഖലയ്ക്കുണ്ടായിരുന്ന ആശങ്കകളെല്ലാം ദൂരീകരിച്ചതായും UDF വൃത്തങ്ങൾ പറയുന്നുണ്ട്. റിപ്പോർട്ടിന്റെ പേരിൽ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നടപ്പിലാക്കില്ലെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ജനങ്ങളുടെ താൽപര്യം കഴിഞ്ഞേ പ്രകൃതി സംരക്ഷണ വിഷയമുള്ളൂ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്. രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന ആന്റോ ആന്റണിക്ക് ഏറെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. പരസ്യപ്രചരണം തീരാൻ ഇനി 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആന്റോ ആന്റണിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും മണ്ഡലത്തിൽ പര്യടനം നടത്തി. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന് പുറമെ AK ആന്റണി, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, MM ഹസൻ എന്നിവരും മണ്ഡലത്തിൽ സജീവമായിരുന്നു. നഴ്സുമാരുടെ സംഘടനയായ ഡൽഹി പ്രൈവറ്റ് നഴ്സസ് അസോസിയേഷൻ, ഇന്ത്യൻ പ്രൊഫഷണൽ നഴ്സസ് അസോസിയേഷൻ എന്നിവ ആന്റോ ആന്റണിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. MP എന്ന നിലയിലും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗമെന്ന നിലയിലും നഴ്സിംഗ് മേഖലയ്ക്ക് വേണ്ടി ആന്റോ ആന്റണി ചെയ്ത സേവനങ്ങൾക്കുള്ള പിന്തുണയാണ് ഇതെന്നാണ് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞത്. ബോണ്ട് നിരോധനം, വിദ്യാഭ്യാസ വായ്പയുടെ പലിശയിളവ്, നഴ്സുമാർക്കായി ബയോമെട്രിക് ID കാർഡ്, നഴ്സുമാരുടെ ആഗോള സംഘടനയായ ICNലെ ഇന്ത്യയുടെ അംഗത്വം എന്നിവയെല്ലാം ആന്റോ ആന്റണിയുടെ നേട്ടങ്ങളായി ഇവർ ചൂണ്ടിക്കാട്ടുന്നു. കാർഷിക മേഖലയിൽ നിന്നും ആന്റോ ആന്റണിക്ക് പിന്തുണ ഏറി വരികയാണ്. പല സ്ഥലത്തും സ്ക്വാഡുകളായി തിരിഞ്ഞ് ആന്റോ ആന്റണിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുവാൻ കർഷക കോൺഗ്രസിനൊപ്പം നാട്ടിലെ ചെറുതും വലുതുമായ കർഷകർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. പ്രതിബന്ധങ്ങളെയെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്ത് ഉറച്ച കാൽവയ്പോടെയും നിശ്ചയദാർഢ്യത്തോടെയും ആന്റോ ആന്റണി ഓരോ ദിവസവും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് തന്റെ ചുവടുകൾ വയ്ക്കുന്നത്. സിറ്റി ന്യൂസ്, റാന്നി. കേന്ദ്ര ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ റാന്നി താലൂക്ക് വാർഷിക സമ്മേളനം ഏപ്രിൽ 9 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് റാന്നി PJT ഹാളിൽ ജില്ലാ സെക്രട്ടറി AR ശശിധരൻ ഉദ്ഘാടനം ചെയ്യും. യൂണിറ്റ് പ്രസിഡന്റ് MG ജനാർദ്ദനൻ പിള്ള അധ്യക്ഷത വഹിക്കും. ഇടവേള. Perfect Diagnostic Center on Main Road, Perumpara, Rani. Branch at Central Junction, Vadsheri-Kara. Quality control by CMC Vellore. Clinical Biochemistry Lab and Clinical Pathology Lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for rupees 950. Lipid profile and blood sugar just for rupees 300. Perfect Lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു.
നിർമ്മാണ മേഖലകളെ സ്തംഭിപ്പിച്ചുകൊണ്ട് സിമന്റിന് അനിയന്ത്രിതമായി വില വർദ്ധിക്കുന്നു. 10 ദിവസത്തിനുള്ളിൽ ഒരു ചാക്ക് സിമന്റിന് 10 രൂപ മുതൽ 25 രൂപ വരെയാണ് വർദ്ധിച്ചിരിക്കുന്നത്. വില വർധനവിൽ പ്രതിഷേധിച്ച് സിമന്റ് ഡീലേഴ്സ് അസോസിയേഷൻ സമരത്തിനൊരുങ്ങുകയാണ്. നിർമ്മാണ മേഖലയെ സ്തംഭിപ്പിച്ച് സിമന്റ് അനിയന്ത്രിതമായി വില കൂട്ടി സിമന്റ് ഡീലേഴ്സ് അസോസിയേഷൻ സമരത്തിന് തയ്യാറാവുകയാണ്. 10 ദിവസത്തിനിടെ ചാക്കൊന്നിന് 25-30 രൂപ വീതമാണ് വില വർദ്ധിച്ചത്. ഇതോടെ സിമന്റ് വ്യാപാരികൾ സിമന്റ് എടുക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. ഒട്ടുമിക്ക സിമന്റ് കടകളും ഇതുപോലെ അടച്ചു തുടങ്ങി. ഒരു ചാക്ക് സിമന്റ് പോലും മിക്ക കടകളിലും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റവും ദൗർബല്യവും മൂലം മന്ദഗതിയിലായ നിർമ്മാണ മേഖലയ്ക്ക് ഇത് ഇരട്ടടിയായി. വില കൂടിയതും കൃത്രിമ ഡിമാൻഡ് സൃഷ്ടിച്ച് സിമന്റ് ലഭ്യമാക്കിയതും കാരണം പലയിടങ്ങളിലും കെട്ടിട നിർമ്മാണങ്ങൾ നിലച്ചു. കേരളത്തിൽ ലഭ്യമായിരുന്ന എല്ലാ സിമന്റിനും വില കൂടിയിട്ടുമുണ്ട്. ചാക്കൊന്നിന് 300 രൂപ വിലയുണ്ടായിരുന്ന രാംകോ സിമന്റിന് 330 രൂപയായി. പേപ്പർ ബാഗിൽ ലഭ്യമാകുന്ന സിമന്റിന് 250 രൂപ ഉണ്ടായിരുന്നത് 300 രൂപയായി. 300 രൂപ വിലയുണ്ടായിരുന്ന ചെട്ടിനാട് സിമന്റിന് 310-320 രൂപയാണ് പുതിയ വില. ACC അംബുജ സിമന്റിന്റെ വില 340ആയും ഉയർന്നിട്ടുണ്ട്. ഉൽപാദനം താൽക്കാലികമായി നിർത്തിയെന്നാണ് കമ്പനി വക്താക്കൾ വ്യാപാരികളെ അറിയിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ മെയിൻ്റനൻസ് വർക്കുകൾ നടത്തുന്നതിനായി ഏപ്രിൽ-മെയ് മാസങ്ങളിൽ ഉൽപാദനം കുറയ്ക്കാറുണ്ട്. ഇത് മുൻകൂട്ടി കണ്ട വ്യാപാരികളും കെട്ടിട നിർമ്മാണ കമ്പനികളും സിമന്റ് ശേഖരിക്കാറുണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി വില കൂട്ടിയതും സ്റ്റോക്ക് ഇല്ലാത്തതും ഇവരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് സിമന്റ് ചാക്കൊന്നിന് 270 രൂപയായിരുന്നു വില. മൺസൂൺ സീസണോടനുബന്ധിച്ച് താഴ്ന്നു തുടങ്ങിയ വിലയാണ് ഇപ്പോൾ കുത്തനെ വർദ്ധിച്ചിരിക്കുന്നത്. സിമന്റ് ബാഗുകൾക്ക് ശരാശരി 30 രൂപ വർദ്ധിപ്പിക്കുവാനാണ് സിമന്റ് നിർമ്മാണ കമ്പനികളുടെ തീരുമാനം. ഇതോടെ 50 കിലോ സിമന്റ് പാക്കറ്റിന്റെ ശരാശരി വിൽപ്പന വില 350 കടയ്ക്കും. ചില കമ്പനികൾ പുതിയ വില വ്യാപാരികളെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ വ്യാപാരം കുത്തനെ ഇടിഞ്ഞ സാഹചര്യത്തിൽ വില വർദ്ധിപ്പിക്കുന്നതിൽ സിമന്റ് ഡീലേഴ്സ് അസോസിയേഷൻ എതിരാണ്. സ്വകാര്യ ബസ്സുകളിൽ ക്ലീനർമാർക്കുള്ള പടികൾ നീക്കം ചെയ്യണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ ഗംഗാധരനാണ് ഉത്തരവിട്ടത്. വികലാംഗനായ കണ്ണൂർ തിമിരം സ്വദേശി കാനം കുഞ്ഞിരാമന്റെ പരാതിയിന്മേലാണ് ഉത്തരവുണ്ടായത്. സ്വകാര്യ ബസ്സുകളിൽ ക്ലീനർമാർക്ക് നിൽക്കുവാൻ അനധികൃതമായി നിർമ്മിച്ച പടികൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ ഗംഗാധരൻ ഉത്തരവിട്ടു. അനധികൃതമായി പടി നിർമ്മിച്ചത് കാരണം വികലാംഗർക്ക് ബസ്സുകളിൽ കയറുവാൻ സാധിക്കുന്നില്ലെന്ന കണ്ണൂർ തിമിര സ്വദേശി കാനം കുഞ്ഞിരാമന്റെ പരാതിയിലാണ് നടപടി. ഇക്കാരണത്താൽ ശാരീരിക വൈകല്യമുള്ളവർക്ക് സ്വകാര്യ ബസ്സുകളിൽ കയറി ഭാഗ്യക്കുറി വിൽക്കുവാൻ സാധിക്കുന്നില്ലെന്നും പരാതിയിൽ പറയുന്നു. കമ്മീഷൻ കണ്ണൂർ RTOയുടെ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ക്ലീനർമാർക്ക് നിൽക്കുവാൻ പടി നിർമ്മിക്കുന്നത് അനധികൃതമാണെന്നും ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും RTO അറിയിച്ചു. ശാരീരിക വൈകല്യമുള്ളവർക്ക് ബസ്സിനുള്ളിൽ കയറുവാൻ തടസ്സമുണ്ടാകാതിരിക്കുവാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്നും ഗംഗാധരൻ ഉത്തരവിൽ പറയുന്നു. റാന്നി താലൂക്ക് ആശുപത്രിയിലെത്തുന്ന പാവപ്പെട്ട രോഗികളിൽ നിന്നും OP ടിക്കറ്റിന്റെ പേരിൽ അധിക തുക ഈടാക്കുന്ന നടപടിയിൽ നിന്നും ബന്ധപ്പെട്ടവർ പിന്മാറാൻ തയ്യാറാകണമെന്ന് ദേശീയ പരിസ്ഥിതി സംരക്ഷണ വേദി റാന്നി താലൂക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ആശുപത്രി അധികൃതരുടെ അനാസ്ഥ കൊണ്ട് ചികിത്സ വൈകിയാൽ ആശുപത്രിയിൽ തങ്ങുന്ന രോഗികളിൽ നിന്നും അധികമായി ഈടാക്കുന്നത് 10 രൂപയാണ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനം പുനഃപരിശോധിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും സംരക്ഷണ വേദി മുന്നറിയിപ്പ് നൽകി. ഇടവേള. വാർത്തകൾ തുടരുന്നു. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം റാന്നിയിൽ റോഡ് ഷോ നടത്തി. റാന്നി വലിയകാവിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ഈട്ടിച്ചുവട്, പേട്ട, മാമുക്ക് വഴി പെരുമ്പഴയിലെത്തി അവിടെ നിന്നും തിരികെ ഇട്ടേപ്പാറയിലെത്തി. ഓട്ടോറിക്ഷകളും 2 വീലറുകളും അടക്കം നിരവധി വാഹനങ്ങളാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത്. നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം സാധാരണക്കാരന്റെ വാഹനമായ ഓട്ടോറിക്ഷ അടയാളത്തിൽ രേഖപ്പെടുത്തൂ. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിന് തുടക്കം കുറിക്കൂ. അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വലിയകാവിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അങ്ങാടി പാർലമെന്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി ജോർജ് ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്ത് വലിയകാവ് വാർഡ് ജാഥ ക്യാപ്റ്റനായിട്ടുള്ള റോഡ് ഷോയാണ് ഈ വീഥിയിലൂടെ കടന്നു വരുന്നത്.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കർമ്മനിരതനായ സാരഥി അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസിന് നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം സാധാരണക്കാരന്റെ വാഹനമായ ഓട്ടോറിക്ഷ അടയാളത്തിൽ രേഖപ്പെടുത്തൂ. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിന് തുടക്കം. ആറന്മുള ഉത്രട്ടാതി മത്സര വള്ളംകളി റേസ് കമ്മിറ്റിയുടെ ശുപാർശകൾ വീണ്ടും പരിഗണിക്കാൻ പള്ളിയോട സേവാ സംഘത്തിന് 13-ാം തീയതി ചേരുന്ന യോഗത്തിന് തടസ്സമില്ലെന്ന് മുൻസിഫ് കോടതിയുടെ സ്റ്റാറ്റസ് കോ ഉത്തരവിൽ മുൻസിഫ് രാജപ്പൻ നായർ ഭേദഗതി വരുത്തി. എന്നാൽ പള്ളിയോടങ്ങളെ അയോഗ്യരാക്കാൻ നടപടിയുണ്ടെങ്കിൽ നടപ്പാക്കുന്നത് ജൂൺ 7-ന് ഹർജി വീണ്ടും പരിഗണിക്കുന്നതിന് വിധേയമായിരിക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. യുവജനങ്ങൾക്കായി രാജ്യത്തൊട്ടാകെ വികസന ഇടനാഴികൾ സ്ഥാപിക്കുമെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ദേശീയ രാഷ്ട്രീയത്തിൽ സിപിഎമ്മിന് ഒരു റോളുമില്ലെന്നും രാഹുൽ. ആറന്മുള വിമാനത്താവളത്തിന് പ്രതിരോധ വകുപ്പ് അനുമതി നൽകിയിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രി എ കെ ആന്റണി. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു പദ്ധതിയെയും അംഗീകരിക്കില്ലെന്നും ആന്റണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 100 സീറ്റ് പോലും ലഭിക്കില്ലെന്ന് സിപിഎം അഖിലേന്ത്യാ സെക്രട്ടറി പ്രകാശ് കാരാട്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രാദേശിക കക്ഷികളുമായി സിപിഎം സഖ്യമുണ്ടാക്കുമെന്നും കാരാട്ട്. നിർമ്മാണ മേഖലകളെ സ്തംഭിപ്പിച്ചുകൊണ്ട് സിമന്റിന് വില കൂടുന്നു. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ കൂടിയത് 10 രൂപ മുതൽ 25 രൂപ വരെ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.